السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറയുടെ കിതാബായ അർ റഹീഖുൽ മഖ്തൂമിൽ പറയുന്ന ഭാഗങ്ങളിൽ തുടർന്നു കൊണ്ടുള്ളത് ഇസ്ലാമു ഹംസത്ത റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം. അതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ആ സംഭവം. ചരിത്രം എന്നുള്ള നിലക്ക് ഇതൊക്കെ ചരിത്രകാരന്മാരായ ഇബ്നുൽ ജൗസിയും മറ്റുള്ള ചരിത്ര പണ്ഡിതന്മാർ അവരുടെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണിത്. പക്ഷേ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ അവരുടെ പരിശോധനകളിൽ കൂടെ ഈ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കൃത്യമായ സനദുകളുടെ കാര്യത്തിലൊക്കെ ഇതിൽ ബലഹീനതകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചരിത്രം എന്നുള്ള നിലക്ക് ഒരു ആകത്തുക ഈ പറയുന്ന വിഷയങ്ങളിൽ നമുക്ക് ലഭിക്കും. സഫിയുർ റഹ്മാൻ അദ്ദേഹം ഹദീസ് പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പറയുന്നതിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും ഇസ്ലാമികമായ ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ കാണുന്നത് പോലെ കാണാതെ ആകത്തുക മൊത്തത്തിൽ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊരു വിവരം ഇതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സനദുകളുള്ള ഇതിൻ്റെയൊക്കെ പരമ്പരകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ ബലഹീനതകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൂക്ഷ്മതയുടെ ഭാഗത്തിൽ കൂടെ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ആളുകളെ ഉണർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നതും. ചരിത്രം എന്നുള്ള നിലക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് റഹ്മഹുല്ല ഈ ഭാഗങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള സദസ്സുകളിൽ സഹാബത്തിൽപ്പെട്ട ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും 1-2 പ്രാവശ്യമായിട്ട് ഹബിഷയിലേക്ക് ഹിജ്റ പോയ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. ഹബിഷയിലേക്ക് ഹിജ്റ പോയ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. മക്കയിൽ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്നുള്ള പ്രയാസം, പീഡനം സഹിക്കാൻ കഴിയാതെ പലരും മക്കയിൽ കഴിച്ചുകൂട്ടാൻ നിന്ന് ഈ ദീനുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് മക്കയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന സംഘങ്ങൾ ഹബിഷയിലേക്ക് ഹിജ്റ പോയിരുന്നു. ഹബിഷയിലേക്ക് ഹിജ്റ പോയി അവർ അതിൽ നിന്ന് അവിടെ നിന്ന് ഹിജ്റ കഴിഞ്ഞ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കൊക്കെ ഹിജ്റ പോയതിൻ്റെ ശേഷം അവർ മദീനയിലേക്കൊക്കെ തിരിച്ചു വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഹബിഷയിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ വച്ച് കണ്ട നിങ്ങളെ പുതുമപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊരിക്കൽ ചോദിച്ചു. ഇത് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഈ സീറയിൽ പറഞ്ഞ സംഭവമല്ല. ആ പറയുന്ന ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഈ സംഭവം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തതാണ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ ഇത് സഹീഹാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം. നമുക്ക് വളരെയധികം പാഠങ്ങൾ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പിന്നീടൊരു പക്ഷേ എനിക്കത് ഓർമ്മ വരികയില്ല എന്ന് പേടിച്ചതുകൊണ്ടും നമുക്കത് ഉപകാരപ്പെടുന്ന പാഠങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടും സഹീഹായ സ്വീകാര്യോഗ്യമായൊരു ചരിത്ര സംഭവമാണ് എന്നതുകൊണ്ട് ഞാനത് ഇവിടെ പറയുകയാണ്. ഹബിഷയിലേക്ക് ഹിജ്റ പോയ സഹാബത്തിനോട് മടങ്ങി വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരോട് ചോദിച്ചു, അലാ തുഹദ്ദിസൂനി ബി അആജിബ മാ റഅയ്തും ബി അർദിൽ ഹബശ, ഹബിഷയിൽ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ എന്തെങ്കിലും പുതുമപ്പെടുത്തിയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരി എന്നൊരിക്കൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാ, ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ സംഭവം അവിടെ ഉണ്ടായി. അവരിൽപ്പെട്ട ചിലർ പറഞ്ഞു, ബൈനമാ നഹ്നു ജുലൂസുൻ, ഒരു ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മറത്ത് ബിന അജൂസുൻ മിൻ അജായിസിഹിം, അവരുള്ള കിളവികൾ, വാർദ്ധക്യം ചെന്ന സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ഞങ്ങൾ അടുത്തുകൂടി നടന്നുപോയി. മറ്റു ചില റിവായത്തുകളിലുണ്ട് ഈ സ്ത്രീ നസാറ മദ്ഹബിൽ ശരിയായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന, യഥാർത്ഥ തൗഹീദും ആ പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുവഹിദത്തായ, മുഅ്മിനത്തായ, സ്വാലിഹത്തായ ഒരു പെണ്ണായിരുന്നു. പ്രായാധിക്യത്തോടുകൂടുള്ള വളരെയധികം പ്രായം അതിനുണ്ടായിരുന്നു. അവരുടെ റുഹ്ബാനുകൾ എന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികൾ ഏകരായിട്ട് ചില കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി സമൂഹത്തിൽ ഇടപെടാതെ, സമൂഹത്തിലുള്ള ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കാതെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മാത്രം കഴിച്ചുകൂട്ടുന്ന പൗരോഹിത്യം സ്വീകരിച്ച സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു അവരിൽ. അതവർക്ക് അനുവദനീയമായിരുന്നു താനും.
ഈ സ്ത്രീ അങ്ങനത്തെ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട് സദാസമയം കഴിച്ചുകൂട്ടുന്ന പ്രായം ചെന്നൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് തഹ്മിലു അലാ റഅസിഹാ ഖുല്ലത്തൻ മിൻ മാഇൻ, വെള്ളത്തിന്റെ ഒരു പാത്രം അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് നടന്നു പോകുകയാണ്. അഥവാ മണ്ണിന്റെ കലങ്ങൾ പോലത്തെ താഴെ വീണാൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് വയോധികയായ വഹിദത്തും മുഅ്മിനത്തും സ്വാലിഹത്തുമായ ആ പെണ്ണ് നടന്നു പോകുകയാണ്. അങ്ങനെ ഫമറത്ത് ബി ഫതം മിൻഹും, ഹബശയിൽപ്പെട്ട ഒരു കൗമാരക്കാരനായ ഒരു യുവാവിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തുകൂടിയാണ് അവർ നടന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഫജഅല ഇഹ്ദാ യദൈഹി ബൈന കതിഫൈഹാ സുമ്മ ദഫഅഹ, ആ ചെക്കൻ, ആ കൗമാരക്കാരനായ ആ കുട്ടി, അവൻ്റെ ഒരു കൈ അവളുടെ പിൻഭാഗത്തിൽ കൂടെ അവളുടെ രണ്ട് കെത്തിഫിൻ്റെ കൈപ്പലയുടെ ഇടയിൽ വെച്ചിട്ട് സുമ്മ ദഫഅഹ, ശക്തമായി ആ വെള്ളം ചുമന്നു പോകുന്ന കിഴവിയായ സ്ത്രീയെ അടുത്തള്ളി. ഫഖറത്ത് അലാ റുക്ബതൈഹ, മുട്ടും കുത്തിയിട്ട് ആ സ്ത്രീ അത് കവിന്ന് വീണു. ഫൻകസറത്ത് കുല്ലത്തുഹ, അവിടെ ആ വെള്ളപ്പാത്രം അതട് പൊട്ടി, വെള്ളം നഷ്ടപ്പെട്ടു. അവൾക്ക് വേദനയായി, പ്രയാസപ്പെട്ടു. ഈ രംഗം കണ്ടപ്പോൾ ഫലമ്മ ഖാമത്ത്, അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് എണീറ്റ് നിന്നു. ഇൽതഫത്തത്ത് ഇലൈഹി, എന്നിട്ട് ആ യുവാവിൻ്റെ, ആ കൗമാരക്കാരൻ്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഫഖാലത്ത് സൗഫ തഅലമു യാ ഗുദർ, വഞ്ചകനായവനെ, ശേഷം നിനക്ക് അറിയാം. ധാരാളം വഞ്ചന ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ഗുദർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അക്രമി, വഞ്ചകനെ, ശേഷം നിനക്കറിയാം. ഇദാ വളഅ അല്ലാഹുൽ കുർസി, അള്ളാഹു അവൻ്റെ സിംഹാസനത്തെ വെച്ച്, വജമഅ അൽ അവ്വലീന വൽ ആഖിരീൻ, കഴിഞ്ഞുപോയ സമുദായങ്ങളും വരാൻ പോകുന്നവരൊക്കെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി. വതകല്ലമത്തിൽ ഐദി വൽ അർജുലു ബിമാ കാനു യക്സിബൂൻ, ആളുകൾ ചെയ്യുന്നത് തെളിവായിക്കൊണ്ട് അവരുടെ വായകളെ സീലുവെക്കപ്പെടുകയും അവരുടെ കൈകാലുകൾ അവർക്ക് തെളിവായിക്കൊണ്ട് അവരുടെ മേൽ സാക്ഷികളും തെളിവുമായിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഫസൗഫ തഅലമു കൈഫ അംരി വ അംറുക ഇൻദഹു ഗദൻ, ഖിയാമത്ത് നാളിൽ എൻ്റെയും നിൻ്റെയും കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങനെ വരും എന്നുള്ളതിന് എനിക്കറിയാം വഞ്ചകനെ എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. മഹ്ശറയെക്കുറിച്ചുള്ള വ്യക്തമായ വിശ്വാസം, യൗമുൽ ആഖിറിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം ഉള്ള ആ സ്ത്രീ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് എനിക്ക് നിന്നോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ ഈ നാട്ടിലുള്ള ആളുകൾ തയ്യാറല്ലെങ്കിലും നിസ്സഹായയായ, മർദ്ദിതയായ, ബലഹീനയായ എനിക്ക് ഖിയാമത്ത് നാളിൽ നിന്നിൽ നിന്ന് അള്ളാഹു കൃത്യമായി ഇതിന് പകരം ചോദിച്ച് വാങ്ങി തരിക തന്നെ ചെയ്യും വഞ്ചകനെ എന്ന സ്ത്രീ പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഞങ്ങൾ കണ്ടു. അത്ഭുതത്തോടുകൂടെ പുതുമപ്പെട്ടുകൊണ്ട് സഹാബത്ത് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖത്ത് സ്വദഖത്ത്, ആ പെണ്ണ് പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞ കാര്യങ്ങൾ, ഖിയാമത്ത് നാളിനെ കുറിച്ചും മഹ്ശറയിലുള്ള രംഗങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞ കാര്യങ്ങളെ ആ പെണ്ണിനെ അംഗീകരിച്ചുകൊണ്ട് ഇഖ്റാർ, അള്ളാഹുവിൻ്റെ റസൂൽ അവൾ സത്യവാദിയാണ്, അവൾ പറഞ്ഞ കാര്യമാണ്, ശരിയാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മതൻ, ഒരു സമുദായത്തിന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുക, എങ്ങനെ അവർക്ക് ഉന്നതി പ്രാപിക്കാൻ കഴിയുക, എങ്ങനെ ആദരവ് ലഭിക്കുക. ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം, അവരിലുള്ള ബലഹീനരായ ആളുകൾക്കുള്ള ഹക്കുകൾ, അവകാശങ്ങൾ അവരിലുള്ള ശക്തരും കരുത്തരിൽ നിന്നും വാങ്ങിക്കൊടുക്കാത്തൊരു സമൂഹത്തിന് എങ്ങനെ ഉയർന്നു വരാൻ കഴിയുക, എങ്ങനെ പുരോഗമിക്കാൻ കഴിയുക, എങ്ങനെ ആദരവ് ലഭിക്കുക, എങ്ങനെ ഉത്തമരാകാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ചെയ്താൽ പോലും ആ വ്യക്തിയുടെ തെറ്റിനെ തെറ്റായി കാണാനും അവനോട് ആ തെറ്റിന് പകരം ചോദിക്കാൻ കഴിവുള്ള ആളുകൾ അതിന് തയ്യാറാകാതെ നിന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് സമൂഹത്തിന് ആകമാനം മാസകലം അത് പിടികൂടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിൽ കൂടെ പറഞ്ഞത്. ഹബശയിലേക്ക് ഹിജ്റ പോയ ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന അനുഭവവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് ഇത് വളരെ അർത്ഥവത്തായ, നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളൊരു വിഷയമായതുകൊണ്ട് ഞാനതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിനെ കുറിച്ച് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുന്നത്, ഖിലാല ഹാദൽ ജവ്വിൽ ലബീദി അല്ലബിദി ബിഗുയൂമിൽ ദുൽമി വൽ ഉദ്വാൻ, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള അക്രമവും അതിക്രമവും കൊണ്ട് ഇരുൾമുറ്റിക്കടക്കുന്ന മേഘാവൃതമായ ആ അന്തരീക്ഷത്തിൽ ലഹറ ബർഖുൻ അലാ അത്വരീഖ്, ആളുകൾക്ക് വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കുന്ന, ദിശാബോധമുണ്ടാക്കുന്ന ഒരു മിന്നൽ അവിടെ പ്രകടമായി. സാഹിത്യത്തിൽ കാര്യം അവതരിപ്പിച്ചതാണ്.
എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചാൽ വഹുവ ഇസ്ലാമു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരിക. പ്രവാചകനും സഹാബത്തും മക്കയിൽ വളരെ പ്രയാസകരമായി കഴിച്ചുകൂട്ടുന്ന സമയത്ത് അവിടെ സമൂഹത്തിനിടയിൽ പേരും ചൂരുമുള്ള ധീരതയും ശക്തിയും കരുത്തുമുള്ള ഒരു യുവാവായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ആരെ മുന്നിലും നിവർന്നു നിൽക്കാൻ പ്രാപ്തനായിരുന്നു അദ്ദേഹം. അറിയപ്പെട്ട യുവാവായിരുന്നു, ധീരനായിരുന്നു, ശക്തനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും അതൊരു സന്തോഷകരമായ വാർത്തയാണ്. അസ്ലമ ഫി അവാഖിരി സനത്തി സാദിസത്തി മിനൻ നുബുവ, പ്രവാചകൻ നുബുവത്ത് കിട്ടി 6 വർഷം ഏകദേശം കഴിഞ്ഞതിൻ്റെ അവസാനത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. വൽ അഗ്ലബു അന്നഹു അസ്ലമ ഫി ഷഹരി ദുൽഹജ്ജ് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം എന്നാണ് പ്രമുഖരായ പലരും, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. ദുൽഹജ്ജ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാരണം ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ കൈമാറപ്പെട്ടതനുസരിച്ച് അന്ന അബാജഹലിൻ മർറബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ദുഷ്ടനായ അബൂജഹൽ ഒരു ദിവസം പ്രവാചകന്റെ അടുത്തുകൂടി നടന്നുപോയി. ഇൻദ സഫാ, സഫാ പർവ്വതത്തിന്റെ അടുത്താണ് പ്രവാചകനുള്ളത്. ഫആദാഹു വനാല മിൻഹു, അബൂജഹൽ പ്രവാചകനെ ഒരുപാട് വാക്കുകൊണ്ടും മറ്റും ഉപദ്രവിച്ചു. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്കിത്തുൻ ലാ യുകല്ലിം, അവന്റെ വായിൽ തോന്നുന്ന പലതും പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുകൂടി ഒന്നും മറുത്ത് പറയാതെ, എതിർത്ത് പറയാതെ പ്രവാചകൻ മൗനം പാലിച്ചു. അപ്പോ അബൂജഹൽ സുമ്മ ലറബഹു അബൂജഹലിൻ ബി ഹജരിൻ ഫി റഅസിഹി, ഒരു കല്ലുകൊണ്ട് പ്രവാചകന്റെ തലക്കടിച്ചു. ഫശജ്ജഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് മുറിയായി. ഹത്താ നസഫ മിൻഹു ദമു, ആ പവിത്രമായ തലയിൽ നിന്ന്, ആ മുറിവ് പറ്റിയ ഭാഗത്തിൽ നിന്ന് രക്തം മുഖത്തുകൂടെ ഒലിച്ചിറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم انصرف عنه الى نادي قريش عند الكعبه, അബൂജഹലി പണി ചെയ്ത് പ്രവാചകൻ പകരമായിട്ടൊന്നും ചെയ്യാതെ, പ്രതികരിക്കാതെ, അങ്ങനെ അബൂജഹൽ ഖുറൈശികളുടെ അവരിയ്ക്കുന്ന അവരുടെ ആ സ്ഥലത്ത്, അവരുടെ ക്ലബ്ബ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലത്തെ അങ്ങോട്ട് പോയി കാബ ഷരീഫിന്റെ അടുത്തുള്ള ഫജലസമാഹം അവരുടെ കൂടെയിരുന്നു. അവിടെയുള്ള മറ്റുള്ള ഖുറൈശികളുണ്ട്, അവരുടെ കൂടെയിരുന്നു. വക്കാനത്ത് മൗലാത്തുല്ലി അബ്ദുല്ലാഹിബിൻ ജദ്ആൻ, അബ്ദുല്ലാഹിബിൻ ജദ്ആന്റെ ഒരു അടിമ സ്ത്രീ, ഫീ മസ്കനില്ലഹ അല സഫ, സഫാ പർവ്വതത്തിന്റെ മുകളിൽ അവർക്കുള്ള വീടുണ്ടായിരുന്നു, ആ വീട്ടിലുണ്ടായിരുന്നു. തറാദാലിക്ക, ഈ രംഗം മുഴുവനും അവർ ശരിക്ക് കൃത്യമായിട്ട് കണ്ടുകൊണ്ട്, അബൂജഹൽ റസൂലിനെ ഉപദ്രവിക്കുന്നതും അവിടെ ഉണ്ടായ സംഭവങ്ങളും അബൂജഹൽ പിന്നീട് തിരിച്ചു പോകുന്നതും ഇതൊക്കെ. അങ്ങനെ അഖ്ബല ഹംസത്തു മിനൽ ഖനസി മുതവശ്ശിഹൻ ഖൗസഹു, ഹംസ റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായി അതിലെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ വില്ല് അദ്ദേഹം ശരീരത്തിൽ തൂക്കിക്കൊണ്ട് വേട്ടയാടാനോ മറ്റോ പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു അതിൽ വരുന്ന സമയത്ത് ഫഅഖ്ബറതുഹുൽ മൗലാത്ത് ബിമാ റഅത് മിൻ അബീ ജഹലിൻ, അബൂജഹലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച ഈ അക്രമം, ഉപദ്രവം മുഴുവനും ഈ അടിമ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സുബ്ഹാന, സഹോദരന്റെ മകനാണ്. ഫഗളിബ ഹംസത്തു, അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ആ കുടുംബത്തിന്റെ കാര്യത്തിന് ഓർത്തുകൊണ്ട് തന്റെ സഹോദരന്റെ മകൻ, സഹോദരനാണ് മരണപ്പെട്ടതാണ്, യതീമായിട്ട് വളർന്ന സഹോദരന്റെ മകനാണ്, റസൂലിനോട് അവർക്ക് വലിയ സ്നേഹം ആദരവുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. വകാന അഅസ്സ ഫതൻ ഫീ ഖുറൈശിൻ വഅശദ്ദഹു ശകീമതൻ, ഹംസ റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കൂട്ടത്തിൽ ധീരനായ ഒരു യുവാവായിരുന്നു. അതേപോലെ തന്നെ കട്ടിയുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു, ശക്തനും കരുത്തനുമായിരുന്നു. ഫഖറജ യസ, ഈ വിവരം അദ്ദേഹം കേട്ട സമയത്ത് ഓടിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ലം യഖിഫ് ലി അഹദിൻ, ആരോടും സംസാരിക്കാനോ ആരും കാണാനോ നിൽക്കാതെ. മുഇദ്ദൻ ലി അബീ ജഹലിൻ ഇദാ ലഖിയഹു അൻ യൂഖിഅ ബിഹി, അബൂജഹലിനെ കാണാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അബൂജഹലിനെ കാണാണെങ്കിൽ അവനെ ഇതിന് പ്രതികരിക്കണം, അവനോട് ഇതിന് പ്രതികരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ. ഫലമ്മാ ദഖലൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിൽ കടന്നു ചെന്നപ്പോൾ അബൂജഹൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ ആ സദസ്സിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഖാമ അലാ റഅസിഹി, അബൂജഹലിന്റെ തലന്റെ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് വഖാല ലഹു യാ മുസഫിറസ്ത, അത് അറബികൾ ഒരു മനുഷ്യനെ അത്രയും നീചമായിട്ട് ചീത്ത പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. മുസഫിറസ്തഹു എന്ന് പറഞ്ഞാൽ ഭീരുവായവനെ, പേടിയുള്ളവനെ, നമ്മളൊക്കെ പറയുന്നത് പോലെ. അതല്ലെങ്കിൽ നിന്റെ ആളുകളെ കണ്ടാൽ വയറിളകുന്നവനെ, വയറിളകിയിട്ട് പിൻഭാഗം മുഴുവനും പറയുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ നിറമാകുന്ന മരം മറ്റും പോയിട്ട്
വളരെ മോശപ്പെട്ട നിലക്ക് ആളുകളെ നിന്ദിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്ന വാക്കാണ് അറബിയിലുള്ള യാ മുസഫിറസ്ത തെഷ്തിമുബനാഹി വഅന അലാ ദീനി, എൻ്റെ സഹോദരൻ്റെ മകനെ നീ ചീത്ത വിളിക്കേ, ഞാൻ അവൻ്റെ ദീന് സ്വീകരിച്ച ആളാണ്. ഹംസ റളിയല്ലാഹു അൻഹു അതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട അവർക്കിഷ്ടം സ്നേഹമുള്ള ഈ യുവാവായ അതല്ലെങ്കിൽ അവരുടെ മകന് ഈ പറയുന്ന പ്രയാസം മറ്റുള്ള അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആ പറയുന്ന അഭിമാന പ്രശ്നം, കുടുംബത്തിൻ്റെ അഭിമാനം അദ്ദേഹത്തിന് പിടികൂടി എന്നുള്ളതാണ്. അതല്ലാതെ അദ്ദേഹം ഇതിൻ്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളൊന്നല്ലായിരുന്നു. ഞാൻ അവൻ്റെ ദീനിലായിരിക്കെ എൻ്റെ സഹോദരൻ്റെ മകനെ നീ ചീത്ത വിളിക്കേ എന്ന് പറയുകയും സുമ്മ ലറബഹു ബിൽ ഖൗസി, തൻ്റെ കയ്യിലുള്ള ആ വില്ല് കൊണ്ട് അബൂജഹലിനെ തലക്കൊരടി കടിച്ചു. ഫശജ്ജഹു ശജ്ജത്തൻ മുനക്കറ, നന്നായിട്ടുള്ള മുറിവാകുന്ന നിലക്കുള്ള വളരെ വലിയ നിലക്ക് തന്നെ ഒരു മുറിവ് അബൂജഹലിൻ്റെ തലയിൽ ഈ അടി കാരണം അദ്ദേഹം വരുത്തി. ഫസാറ റിജാലും മിൻ ബനി മഖ്സൂം ഹയ്യ അബി ജഹലിൻ, അപ്പോൾ അബൂജഹലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബനു മഖ്സൂം ആളുകളെ സദസ്സിലുണ്ടായിരുന്നു, അവർ ഇളകി. വസാറ ബനു ഹാഷിമിൻ ഫി ഹയ്യ ഹംസ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബനു ഹാഷിം ആളുകളുണ്ടായിരുന്നു, അവരും ഇളകി. ഖുറൈശികൾ മുശ്രിക്കീങ്ങളാണ്, അവരൊക്കെ ഒരു ആദർശത്തിലാണ്, റസൂലിനോട് ആദർശത്തിന് പേര് വെറുപ്പാണെങ്കിലും കുടുംബപരമായിട്ടുള്ള ഈ അഭിമാനം അവരെ പിടികൂടി പരസ്പരം. അപ്പം അത് വലിയ വിഷയത്തിലേക്ക് പോകും. അതിന് കാരണക്കാരൻ അബൂജഹലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദുഷ്ടനായ മനുഷ്യൻ പറഞ്ഞു, ദഉ അബാ ഇമാറ, അബൂ ഇമാർ നിങ്ങൾ ഒഴിവാക്കികളെ, ഹംസനെ വിട്ടളി. ഫഇന്നി സബബ്തു ഇബ്ന അഖീഹി സബ്ബൻ ഖബീഹ, അവൻ്റെ സഹോദരൻ്റെ മകനെ ഞാൻ നന്നാക്കി ചീത്ത വിളിച്ച് പ്രയാസപ്പെടുത്തി വരുന്നതാണ്, കാരണക്കാരൻ ഞാനാണ്, അതൊരു വിഷയാക്കണ്ടെന്ന് പറഞ്ഞു. ഖുറൈശികൾ ഇങ്ങനെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ വിഷയം ഉണ്ടായാൽ രണ്ട് കുടുംബങ്ങളും പരസ്പരം അതിൻ്റെ പേരിൽ കൊല്ലങ്ങളായിട്ടുള്ള സംഘടനകൾ ഉണ്ടാകും. അപ്പോൾ അതറിയാം അബൂജഹൽ, ദുഷ്ടനായ ആ മനുഷ്യനാണ് ഇതിന് കാരണക്കാരനായത്, അതുകൊണ്ട് പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞ ആ രംഗം ശാന്തമാക്കി. അങ്ങനെ ആ പറയുന്ന വിഷയമാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സംഭവം. കുടുംബപരമായിട്ടത് അഭിമാന പ്രശ്നമായി വരികയും പിന്നീട് ഇത് ആദർശപരമായിട്ട് ദീനിലേക്ക് അദ്ദേഹത്തിനുള്ള ഒരു കാരണമായി തീരും ചെയ്തു എന്നുള്ളത്. വക്കാന ഇസ്ലാമു ഹംസത അവ്വലൽ അംരി അനഫത റജുൽ, ആരംഭത്തിൽ തുടക്കത്തിൽ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് അത് വന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം. അബാ അൻ യുഹാന മൗല, തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നിന്ദിക്കുക എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമില്ല, വിട്ടുകൊടുക്കൂല. അങ്ങനെ തുടങ്ങിയത്. സുമ്മ ശറഹ അല്ലാഹു സദ്റഹു, പിന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വിശാലത നൽകി. ഫസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ക, അങ്ങനെ ഈ ഭദ്രമായ ഈ ആദർശം അദ്ദേഹം മുറുകെ പിടിച്ചു. വഅതസ്സ ബിഹിൽ മുസ്ലിമൂന അയ്യമഅതിസാദ്, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രതാപവും എന്തെന്നില്ലാത്ത അഭിമാനവും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. കാരണം അറിയപ്പെട്ട ശക്തനും കരുത്തനുമായ ഇങ്ങോട്ടെന്തെങ്കിലും ആരുകൾ ചെയ്താൽ അതിന് പകരം ചോദിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. സയ്യിദു ഷുഹദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്, ഷുഹദാക്കളുടെ നേതാവാണ്. ഉഹദ് യുദ്ധത്തിൽ വെച്ച് വധിക്കപ്പെടുകയാണ് ചെയ്തത് റളിയല്ലാഹു അൻഹു അർള. പിന്നെ അതിൻ്റെ ശേഷം ഇസ്ലാമു ഉമർ ഇബ്നുൽ ഖത്താബ്, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരികയാണ്. വഖിലാല ഹാദിൽ ജവ്വിൽ ലബിദി ബിഗുയൂമിൽ ദുൽമി വൽ ഉദ്വാനി, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അക്രമമുണ്ട്, ശത്രുതയുണ്ട് മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കം. അങ്ങനത്തെ ആ മേഘം, ഇരുൾമുറ്റിയ മേഘത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ മറ്റ് ഒരു പ്രകാശം കൂടി, ഒരു മിന്നൽ കൂടി പ്രകാശിക്കുകയാണ്. ആദ്യത്തത് കൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലേറെ കരുത്തും ശക്തിയുമുള്ളതാണ് ഇത് രണ്ടാമത്തത്. അലാ വഹു ഇസ്ലാമു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമാണ്. അസ്ലമ ഫീ ദിൽഹിജ്ജ, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ദുൽഹജ്ജ് മാസത്തിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. സനത സിത്തി മിനൽ നുബുവത്തിൽ 6ാമത്തെ വർഷത്തിൽ. രണ്ടും ഒരു വർഷത്തിലാണ്. ഏകദേശം രണ്ട് കൂട്ടരുടെയും, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം രണ്ടും ഒരേ മാസത്തിലും ആണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായങ്ങൾ. ബഅദ 3 അയ്യാമിൻ മിൻ ഇസ്ലാമി ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നൊരു 3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്നുള്ളതാണ് ഏകദേശ അഭിപ്രായം. വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ദഅ അല്ലാഹു തആല ലി ഇസ്ലാമിഹി, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ ഇസ്ലാമിലേക്ക് വരാനൊരു കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുആ ചെയ്തിരുന്നു. ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം നാസിറുദ്ദീൻ അൽബാനിയൊക്കെ അത് സഹീഹാണ് എന്ന് പറഞ്ഞതാണ്. ഇമാം തബറാനി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം
ബി അഹബ്ബി റജുലൈനി ഇലൈക്, അള്ളാഹുവെ രണ്ട് മനുഷ്യന്മാരുണ്ട് മക്കയിലുള്ള ഖുറൈശികളുള്ള അറിയപ്പെട്ട പ്രമുഖരായ രണ്ട് വ്യക്തികൾ, അതിൽപ്പെട്ട നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണോ ആ വ്യക്തിയെ കൊണ്ട് നീ ഇസ്ലാമിന് പ്രതാപം നൽകണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആള് ആ വ്യക്തിയെ കൊണ്ട് നീ ഇസ്ലാമിന് പ്രതാപം സഹായം നൽകണം എന്നാണ് ദുആ ചെയ്തത്. എന്നിട്ട് ആ രണ്ട് വ്യക്തികൾ പറഞ്ഞു, ബി ഉമർ ബിനിൽ ഖത്താബി ഔ ബി അബി ജഹൽ ബിൻ ഹിഷാം. അബുൽ ഹക്കം എന്നിട്ടാണ് ആ മനുഷ്യന്റെ പേര് മുമ്പ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അബൂ ജഹൽ എന്ന് പറയുന്ന വിഡ്ഢിയുടെ പിതാവ് അബൂ ജഹൽ, അതാണ്. അബുൽ ഹക്കം എന്നുള്ള പേരാണ്. വിഡ്ഢിത്തിന് എന്തൊക്കെ ചെയ്തിട്ട് പിന്നീട് അബുൽ ജഹൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഹിഷാമിന്റെ മകനായ ഈ അബുൽ ഹക്കം അതല്ലെങ്കിൽ അബൂ ജഹൽ എന്നുള്ള ആ മനുഷ്യൻ, അതിലെ ഉമർ ഉൽ ഖത്താബ് ആരാണ്? അള്ളാഹുനൊക്കെ ഷിർക്കിലായിരുന്നു, ഇസ്ലാമിനോട് മുസ്ലിമിനോട് വലിയ ശത്രുതയായിരുന്നു. അള്ളാഹുവിന് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാണെങ്കിൽ അവനെ കൊണ്ട് ഇസ്ലാമിന് ഇനി പ്രതാപം ഇസ്സത്തും സഹായം നൽകണം. ഇതാ ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് ഹിദായത്ത് കൊടുത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആന്റെ ഒരു ഇജാബത്ത്, അതിന്റെ ഫലം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ കാരണം. وبعد إدارة النظر في جميع الروايات التي روت في إسلامه, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുണ്ടായിരുന്ന കാരണം എന്തൊക്കെയാണ്, സാഹചര്യങ്ങൾ എന്തൊക്കെ, അതിൽ പല റിപ്പോർട്ടുകളുമുണ്ട്. ആ റിപ്പോർട്ടുകൾ മുഴുവനും നമ്മൾ പരിശോധിച്ചു നോക്കിയതിൻ്റെ ശേഷം യബ്ദു അന്ന നുസൂൽ ഇസ്ലാമി ഫീ ഖൽബിഹി കാന തദ്രീജി, ഒറ്റടിക്ക് ഇസ്ലാമിലേക്ക് വന്നേക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റടിക്ക് ഇസ്ലാമിലേക്ക് വന്നേക്ക് കേൾക്കുക, മുസ്ലിമായി അങ്ങനെയല്ല. അത് പടിപടിയായിട്ടാണ്, ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. ഒറ്റൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്നേക്കല്ല. അത് ഉറപ്പാണ്. റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കതിനെ മനസ്സിലാകുന്നത്. വലാകിൻ ഖബല അൻ നസൂഖ ഖുലാസതഹ, ആ വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് ഇവിടെ പറയുന്നതിൻ്റെ മുമ്പ് നറാ അൻ നുശീറ ഇലാ മാ കാന യതമത്തഉ ബിഹി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വൈകാരികതയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിചാരങ്ങളും വികാരങ്ങളും എന്തൊക്കെയായിരുന്നു, അതിനെക്കുറിച്ച് നമ്മളൊന്ന് തുടക്കത്തിൽ പറയുന്നത് കുറച്ചുകൂടി നന്നാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അയാളുടെ സ്വഭാവവും അയാളുടെ പെരുമാറ്റവും അയാളുടെ ചിന്താഗതികളും അയാളുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും അതെന്തേനു എന്നൊന്ന് പറയുന്നത് നല്ലതാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞ ഒരു സംഭവം മുമ്പ് നമ്മൾ ഇവിടെ നിന്നുള്ള ഏതോ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞു. ഖത്താബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് വളരെ പരുഷതയുള്ള മനുഷ്യനായിരുന്നു. പിതാവ് പരുഷത കൂടുതലുള്ള ആളായിരുന്നു. ചെറിയ സമയത്ത് അദ്ദേഹത്തിന് വളരെ വളരെ ശക്തമായി പ്രഹരിക്കലും വേദനിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു പിതാവ്. അപ്പോൾ ആ ചെറുപ്പത്തിലുണ്ടായ ആ പ്രയാസങ്ങളും ആ കാഠിന്യവും ആ കാർക്കശ്യവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അത് കടന്നുകൂടി എന്ന്. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പായിരുന്നത്, ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം വളരെ താഴ്മയും വളരെ നീതിയും വളരെ ആർദ്രതയും വളരെ സ്നേഹവും ഒക്കെ ഉള്ള ബഹുമാന ആദരണീയനായ ഒരു വ്യക്തിയായി ഉമർ റളിയല്ലാഹു അൻഹു മാറിയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനാകമാനം അന്നുമെന്നും അദ്ദേഹം ഒരു താങ്ങും തണലുമായി കൊണ്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും അങ്ങനെയായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ആ ഒരു പാരുഷതയും ആ ഒരു കടുപ്പവും പിടിച്ച സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വകാന റളിയല്ലാഹു അൻഹു മഅറൂഫൻ ബിഹിദ്ദത്തി ത്വബഇ വഖുവ്വത്തി ശകീമ, പരിപരുത്ത സ്വഭാവം അതേപോലെ തന്നെ കരുകരുത്തുള്ള ഒരു വ്യക്തിത്വം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ. അല്ലാതെ വളരെ ബലഹീനനായി നിസ്സഹായനായി ആർക്കും എന്തും ചെയ്യാനും പറയാനും പറ്റുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ലായിരുന്നു. കട്ടുകട്ടിയുള്ള മനസ്സിൻ്റെ ഉടമ, അതേപോലെ തന്നെ പരിപരുത്ത സ്വഭാവത്തിൻ്റെ ഉടമ. ആരുടാ എന്ന് ചോദിച്ചാൽ ഞാനിടാ എന്ന് പറയുന്ന ധീരതയും കരുത്തുമുള്ള ആളായിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു. വത്വാലമാ ലഖിയൽ മുസ്ലിം, അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ അദ്ദേഹത്തിൽ അൽവാനൽ അതാ, നമ്മളത് മുമ്പ് ചെറിയ സൂചന പറഞ്ഞിട്ടുണ്ട്. പല ജാതി ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുസ്ലിമീങ്ങൾക്ക് ആദ്യകാലം നേരിടേണ്ടി വന്നിട്ടുണ്ട്. വല്ലാഹിർ, നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അന്നഹു കാനത് തസ്തരിഉ ഫീ നഫ്സിഹി മശാഇറ മുതനാഖിൽ, വൈരുദ്ധ്യമായ കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമായി ഒരേ ഒരു കൃത്യമായ ഒരു ലെവലും ഒരു പൊസിഷനും ഒരു വഴിയും ആയിരുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു. ചില സമയത്ത് ഇസ്ലാമിനോടും അതിൻ്റെ കാഴ്ചപ്പാടുകളോടും അതിനോട് അദ്ദേഹത്തിന് താല്പര്യം തോന്നിയിരുന്നു. ചില സമയത്ത് എന്നാൽ മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ എതിർപ്പ് അനുഭവപ്പെട്ടിരുന്നു. വൈരുദ്ധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും. ഒരൊറ്റ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടെ ആയിരുന്നില്ല. ഒന്നാമത് ഇഹ്തിറാമുഹു, അദ്ദേഹത്തിന് വളരെ ബഹുമാനം ആദരവും ഉണ്ടായിരുന്നു. ലിത്തഖാലീദില്ലതി സന്നഹൽ ആബാഉ വൽ അജ്ദാദു വതഹ്മിസുഹു ല, അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും കാരണവന്മാരുമായിട്ട് അവർക്കുണ്ടാക്കി വച്ചിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു.
പിതാക്കന്മാർ തുടർന്നു വന്ന വിഗ്രഹാരാധനകളും ബിംബാരാധനകളുമായിട്ട് അവർക്കുള്ള ആചാരങ്ങളും ആ പാരമ്പര്യങ്ങളും അതിനോട് എന്തെന്നില്ലാത്ത ബഹുമാനം ആദരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുൻഗാമികളായ പിതാക്കന്മാർ, പിതാവിൻ്റെ പിതാവ്, ആ കാരണന്മാർ നമ്മളെന്ന് പറയുന്നത് പോലത്തെ അവരിത്രയും കാലം കൊണ്ടാടിയിരുന്ന അവർ നമുക്കൊക്കെ ബാക്കി വെച്ച് പോയിട്ടുള്ള ആചാരങ്ങളുണ്ടാകും, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, രീതികൾ, അതിനോട് എന്തെന്നില്ലാത്ത ബഹുമാനമുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം അതിന് എതിര് പറയുന്ന ആളുകൂടെ അത്രയും വെറുപ്പുണ്ടാകും. മുസ്ലിം, എന്നാൽ ആ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമീങ്ങളെ അദ്ദേഹം നോക്കുകയാണെങ്കിൽ നല്ല ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിരുന്നു മുസ്ലിമീങ്ങൾ, ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിരുന്നു. ആദർശത്തിന്റെ കാര്യത്തിൽ എന്ത് പരീക്ഷണം, ഏത് ശിക്ഷയും, ഏത് ദുരിതവും, ഏത് അവഹേളനങ്ങളും സഹിക്കാൻ തയ്യാറായിരുന്നു അന്നുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ. ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ ആര് പീഡിപ്പിച്ചാലും ആര് ഉപദ്രവിച്ചാലും എന്ത് തന്നെ വന്നാലും ആദർശത്തിൽ യാതൊരു വ്യതിചലനവും ഇല്ലാത്ത, ആദർശം ഒഴിവാക്കുന്ന കേസേ ഇല്ല, ആ നിലക്കുള്ള ശക്തമായ ഉറച്ച മനസ്സിന്റെ ഉടമകളാണ് ഈ ഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹം കാണുന്നത്. പിന്നെ ഒരു ചിന്തകനെ പോലെ, ഒരു ബുദ്ധി ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിലും മന്ത്രിക്കുന്നത് പോലത്തെ സംശയങ്ങൾ. ഇസ്ലാം വിഗ്രഹ ആരാധനക്കുള്ള നോക്കുമ്പോൾ കാരണന്മാർ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നമുക്ക് കൈമാറി വന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള നോക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കുകയാണ് വളരെ ബഹുമാനവും വളരെ പരിശുദ്ധിയും വളരെ സത്യസന്ധതയും വളരെ ആദരവുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പുറത്ത്. അപ്പം അദ്ദേഹത്തിന് ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത നിലക്കുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അദ്ദേഹം അങ്ങോട്ട് തളച്ചു മറിഞ്ഞിട്ട് വരും, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വെറുപ്പും ശത്രുതയും കാണിച്ചു. എന്നാൽ പിന്നെ ആ വെറുപ്പും ആ ദേഷ്യമൊക്കെ പെട്ടെന്നങ്ങോട്ട് കെട്ടുപോകുന്നൊരവസ്ഥ. ഇങ്ങനത്തെ ഒരു വിരോധാഭാസം, വൈരുദ്ധ്യപരമായ ഒരു മാനസികാവസ്ഥയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ. വഖുലാസത്തുർ റിവായാത്ത് മഅൽ ജംഇ ബൈനഹ ഫീ ഇസ്ലാമിഹി റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിൽ വന്ന ധാരാളം റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് ഒരുമിച്ച് കൂട്ടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആകത്തുക അതിൽ നമുക്ക് മനസ്സിലാകുന്നത് അന്നഹു ഇൽതജഅ ലൈലത്തൻ ഇലൽ ബൈത്തി ഇലാ ഖാരിജിൽ ബൈത്തി ഇലൽ മബീതി ഖാരിജ ബൈത്തിഹി. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വീടിൻ്റെ പുറത്തു പോയി രാത്രി കടന്നുറങ്ങുക എന്ന് തീരുമാനിക്കുകയാണ്. എന്തെങ്കിലും കാരണങ്ങളാൽ ഇന്ന് വീട്ടിൽ കിടക്കണില്ല, എന്തായാലും കാരണങ്ങൾ അതിനൊരു പക്ഷേ ഉണ്ടാകും. ഭാര്യയോട് തെറ്റിയിട്ടാവാം, കാലാവസ്ഥൻ്റെ ചൂടുകൊണ്ടാകാം, മറ്റു എന്തെങ്കിലും ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളാകാം. ഇന്ന് വീട്ടിൽ കടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൻ്റെ പുറത്തേക്ക് ഒരു ദിവസം പോവുകയാണ്. അങ്ങനെ പോയിട്ട് അദ്ദേഹം ഫജാഅ ഇലൽ ഹറം, ഹറമിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. അങ്ങനെ ഹറമിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിവസങ്ങളിലും രാത്രി സമയത്ത് ഹറമിൽ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ടായിരുന്നു, ഖുർആൻ പാരായണം ചെയ്തിട്ട്. അപ്പോൾ ഖുറൈശികൾപ്പെട്ട ചില ആളുകൾ രഹസ്യമായിട്ടത് കേൾക്കാൻ വേണ്ടി മറഞ്ഞു വന്ന് കേൾക്കലുണ്ടായിരുന്നു. ഈ ദിവസം ഈ രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹറമിലെത്തിയിട്ട് വദഖല ഫീ സിത്രിൽ കഅബ, കഅബ ഷരീഫിനെ മറച്ച അതിൻ്റെ ആ മറയുടെ ഉള്ളിൽ അദ്ദേഹം പ്രവേശിച്ചു, പ്രവാചകന്റെ ഖിറാഅത്ത് മറഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യുസല്ലി, പ്രവാചകൻ ഹറമിൽ വെച്ച് നിന്ന് നിസ്കരിക്കുകയാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. വഖദ് ഇസ്തഫ്തഹ സൂറത്തുൽ ഹാഖ, അൽ ഹാഖതു മൽ ഹാഖ എന്ന് പറയുന്ന ആ സൂറത്താണ് പ്രവാചകൻ ആരംഭിച്ചത്. ഫജഅല ഉമറു യസ്തമിഉ ഇലൽ ഖുർആൻ, പ്രവാചകന്റെ ഖുർആൻ പാരായണം, സുന്ദരമായ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അറബികളാണ്, അവർക്ക് കൃത്യമായിട്ട് അറിയാലോ അതിൻ്റെ അർത്ഥം ആശയങ്ങളൊക്കെ. വയഅജബു മിൻ തഅലീഫിഹി, ആ പറയുന്ന ഖുർആനിന്റെ സൂറത്തിന്റെ രചന, ഓരോ ആയത്തുകൾ എത്ര സുന്ദരമായി, അതിൻ്റെ ആ ക്രോഡീകരണം, അതിൻ്റെ ശൈലി, അതിൽ പറയുന്ന ആശയങ്ങൾ, അതിങ്ങനെ കേട്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത പുതുമ അനുഭവപ്പെട്ടു. ഖാല, അദ്ദേഹം ഒരിക്കൽ ആ സംഭവം പറഞ്ഞത്, കുൽത്തു, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ പറഞ്ഞു, ഹാദാ വല്ലാഹി ഷായിർ, വല്ലാത്തൊരു കവി തന്നെയാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സൗന്ദര്യമുള്ള, എത്ര ആകർഷണീയതയുള്ള പദങ്ങളാണ്, വാക്കുകളാണ് അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് എന്നുള്ള കവിയാണ്. ഖുറൈശികൾ അങ്ങനെ ആക്ഷേപിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖറഅ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പിന്നെ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് ഇത് ആദരണീയനായ ഒരു പ്രവാചകന്റെ വചനമാണ്. വമാഹു ബിഖൗലി ഷായിരിൻ, ഇതൊരു കവിയുടെ വാക്കല്ല എന്ന് പാരായണം ചെയ്തു. ഖലീലൻ മാ തുഅ്മിനൂൻ, നിങ്ങൾക്ക് ശരിക്കും കൃത്യമായി വിശ്വസിക്കുന്നില്ല എന്ന്.
അപ്പൊ കാല ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു കാഹിനുൻ, എന്നാ പിന്നെ ഒരു ജ്യോത്സ്യനാണ്, ആളുകളെ വശീകരിക്കുന്ന ആകർഷിക്കുന്ന ജ്യോത്സ്യനാണ്. അപ്പൊ പ്രവാചകൻ പാരായണം ചെയ്തു, വലാ ബി ഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ, ഒരിക്കലും ഇതൊരു ജ്യോത്സ്യനല്ല, നിങ്ങൾ വളരെ കുറച്ച് ഉറ്റാലോചിക്കുന്നുള്ളൂ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണിത് എന്ന് പാരായണം ചെയ്തു. അങ്ങനെ സൂറത്തിന്റെ അവസാനം വരെ ഈ പറയുന്ന സൂറത്തുൽ ഹാഖ പ്രവാചകൻ പാരായണം ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് അറിയിക്കുന്ന ആയാത്തുകൾ അതിൽ പാരായണത്തിന്റെ ഇടയിൽ വന്നു. ഫവഖഅൽ ഇസ്ലാമു ഫീ ഖൽബി, ഇസ്ലാമിനോടുള്ള ഇഷ്ടം, ആകർഷണം എൻ്റെ മനസ്സിൽ സംഭവിച്ചു, ഭവിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട പ്രസിദ്ധമായ സംഭവങ്ങളാണ്. ഹദീസ് പണ്ഡിതന്മാരുടെ ഹദീസിന്റെ ആ നിയമങ്ങൾ അവർ വെച്ച് നോക്കുന്ന സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ ഇതിലൊക്കെ ബലഹീനതകൾ അനുഭവപ്പെടുന്നതാണ്. ഇതിന്റെ റിവായത്തുകളിൽ ബലഹീനത ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഈ ചരിത്രത്തിന്റെ ഒരു ആകത്തുക, ഈ വിഷയങ്ങളുടെ മൊത്തത്തിലുള്ളൊരു വിവരണം നമുക്കിതിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ശരി. കാന ഹാദാ അവ്വലു വുഖൂഇൻ നവാത്തിൽ ഇസ്ലാമി ഫീ ഖൽബിഹി, ഇസ്ലാമിന്റെ ആദ്യ വിത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വന്ന് ചാടിയത്, വന്ന് കടന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. പക്ഷെ എങ്കിലും കാനത്ത് ഖിസ്റത്തുൻ നിസാഅത്തിൽ ജാഹിലിയ, ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്ന അവരുടെ ആ അഭിപ്രായ വ്യത്യാസങ്ങളും ആ പറയുന്ന മനസ്സിലുണ്ടായിരുന്ന അതിൻ്റെ പുറമോടികൾ, ഇസ്ലാമിന് വിരുദ്ധമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിനോടുണ്ടായിരുന്ന അതിൻ്റെ പുറം തോലികൾ, വഅസബിയത്തു തഖ്ലീദ്, അവരുടെ അന്ധമായ അനുകരണം, അതിനോടുള്ള പക്ഷപാതിത്വം, വത്തആലുമു ബിദീനിൽ ആബായി, അതേപോലെ തന്നെ പിതാക്കന്മാരുടെ കാരണവന്മാരുടെ ആ ദീനിനെ കുറിച്ചുള്ള ഒരു ബഹുമാനാദരവ് മനസ്സിലുള്ളത്, ഹിയ ഗാലിബിയത്തുൻ അലാ മുഖിൽ ഹഖീഖത്തി, സത്യം ഇത് പറയുന്ന ഖുർആനും സത്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ മേലെ വിജയിച്ച് മികച്ചു നിൽക്കുന്നത് ഈ പറയുന്ന അന്ധമായ അനുകരണങ്ങളും, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായ ജാഹിലിയ കാലത്തിൽ നിന്നുണ്ടായിരുന്ന റസൂലിനോടും ഇസ്ലാമിനോടും ഉണ്ടായിരുന്ന ആ തർക്കങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും, അതേപോലെ തൻ്റെ കുടുംബങ്ങൾ, കാരണവന്മാർ, പിതാമഹന്മാർ, അവരോടുള്ള ആദരവൊക്കെ തന്നെയായിരുന്നു അത് മുന്നിട്ട് മികച്ചു നിന്നിരുന്നത്. കാന യതഹമ്മസു ബിഹാ ഖൽബുഹു, അദ്ദേഹത്തിന്റെ മനസ്സ് അതുകൊണ്ടൊക്കെ ഇങ്ങനെ മന്ത്രിച്ചിരുന്നു. ഈ പറയുന്ന പുതിയതായിട്ട് വന്നത്, ഇന്നലെ മിഞ്ഞാന്ന് കേട്ടത്, ഇത്രയും കാലം കുടുംബങ്ങളും പിതാമഹന്മാരൊക്കെ ചെയ്ത അതിനൊക്കെ എതിരിപ്പ് എങ്ങനെ, ഇത് ശരിയാകോ, ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ, ഇതെങ്ങനെ നല്ലതാകോ, ഈ മന്ത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, സംശയങ്ങൾ. ഫബഖിയ മുജിദ്ദൻ ഫി അമലിഹി ളിദ്ദൽ ഇസ്ലാം, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിന് വിരുദ്ധമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള ആ കാര്യത്തിൽ വളരെ ഉന്മേഷത്തോടു കൂടെ മുന്നോട്ട് പോയി. വൈറ മുഖ്തരിസിം ബിശ്ശുഊരില്ലദീ യക്മുനു വറാഅ ഹാദിഹിൽ ഖിശ്റ, അദ്ദേഹത്തിന്റെ ഈ മനസ്സിലുള്ള ദുഷിച്ച ഈ ചിന്തകളുടെ പിന്നിൽ സത്യത്തിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ ആ വിവരം, ആ ഒരു ഓർമ്മയും അതിന് വില വെക്കാതെ ഇസ്ലാമിനോട് വിരുദ്ധമായ നിലപാട് തന്നെ അദ്ദേഹം സ്വീകരിച്ച് തുടർന്നു പോയി. വകാന മിൻ ഹിദ്ദത്തി തബഇഹി വഫറത്തി അദാവത്തിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹത്തിന് കഠിനമായ ശത്രുതയുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഒരു പരിപരുത്ത സ്വഭാവത്തിന്റെ ഉടമയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആരും പറഞ്ഞത് കേൾക്കാത്ത, ആരെയും വിലവെക്കാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെ ഒരു ദിവസം അന്നഹു ഖറജ യൗമൻ മുതവശ്ശിഹൻ സൈഫഹു, അദ്ദേഹത്തിന്റെ വാളും തൂക്കി, കഴുത്തിൽ തൂക്കി, അറബികളുടെ രീതിയായിരുന്നു, അത് തൂക്കിയൊരു ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. യുരീദുൽ ഖളാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ കൊല്ലണം, ഈ വാൾ കൊണ്ട് വെട്ടി കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടെ. അപ്പോൾ ഫലഖിയഹു നഈം ഇബ്നു അബ്ദുല്ലാഹി അൻ-നുഹാം അൽ-അദവി എന്ന് പറയുന്ന അദവി ഗോത്രക്കാരനായ ആ മനുഷ്യൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. അതല്ല ബനു സുഹറയിൽപ്പെട്ട ഒരാളാണ്, അതല്ല ബനു മഖ്സൂമിൽപ്പെട്ട ഒരാളുണ്ട്. 3-4 റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ആരാണെന്നുള്ള അഭിപ്രായത്തിൽ. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അയിന താമദ് യാ ഉമർ, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, വാളും തൂക്കി എവിടുക്കാണ്? വളരെ ഗൗരവത്തെ സ്വഭാവത്തോടുകൂടെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ കാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉരീദു അൻ അഖ്തുല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദിനെ കൊന്നിട്ടേ ഇനി നിൽക്കുള്ളൂ, ഞാൻ അതിന് പോവുകയാണ് എന്ന് പറഞ്ഞു. കാല, അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, കൈഫ തഅമനു മിൻ ബനി ഹാഷിമിൻ വമിൻ ബനി സുഹറ വഖദ് ഖതൽത മുഹമ്മദൻ, മുഹമ്മദിനെങ്ങാനും നീ കൊന്നാൽ അവന്റെ കുടുംബങ്ങൾ വെറുതെ ഇരിക്കൂലേ, പകരം ചോദിക്കൂലേ, അവരെ എന്തെങ്കിലും ചെയ്യൂലേ, നിന്റെ കുടുംബത്തിന് തകർക്കൂലേ, അപ്പൊ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, മാ ഉറാക ഇല്ലാ ഖദ് സബൗത, നീ മതം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് എന്നെക്കുറിച്ച് അഭിപ്രായം, അല്ലെങ്കിൽ ഇപ്പോൾ പൊയ്ക്കോ, കൊന്നോ, എന്നാൽ കഴിഞ്ഞ് ഞാനും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടാവുക. പക്ഷേ നീ എന്നെ ഇവിടെ എതിർക്കുകയാണ്, വിമർശിക്കുകയാണ്, തടസ്സാണ്, നീ മതം മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. വതറക്ത ദീനക അല്ലദീ കുൻത അലൈഹി,
നീ ഇത്രയും കാലം അനുഷ്ഠിച്ചിരുന്ന ആ ദീൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത്. അതല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് നീ പറയേണ്ടതായിരുന്നു എന്ന്. അപ്പൊ ആ മനുഷ്യൻ രണ്ടാമത് പറഞ്ഞു, അഫല അതുല്ലുക അലൽ അജബിയ ഉമർ, നിനക്കെന്നാൽ എൻ്റെ കാര്യത്തിൽ ഇത്ര പുതുമയാണെങ്കിൽ അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ എന്നെ അറിയിച്ചു തരട്ടെ. ഇതിലേറെ പുതുമുള്ളത്, ഇന്ന ഉഖ്തക വഖതനക ഖദ് സബൗ, നിന്റെ സഹോദരിയും അളിയനും അവർ മതം മാറിയിട്ടുണ്ടല്ലോ. നിന്റെ നേരെ ചോരല്ലേ സഹോദരി, അവരുടെ ഭർത്താവ് നിന്റെ അളിയൻ അവർ ദീന് മാറിയിട്ടുണ്ടല്ലോ. ആ വിവരം നീ അറിഞ്ഞിട്ടില്ലേ? വതറക്കാദീനക്കല്ലദീ അൻത അലൈഹി, നിന്റെ ഈ ദീനും ആദർശമൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അതിലേറെ അദ്ദേഹത്തിന് ദേഷ്യം. ഫമശഅ ഉമറു ദാമിറൻ, അപ്പോൾ വളരെ ശക്തനായി തിന്മകളും വെറുപ്പുകളും നാശങ്ങളും ഒക്കെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനു സഹോദരിയെയും അളിയനെയും ലക്ഷ്യം വെച്ച് കൊണ്ടുപോയി. അദ്ദേഹം റസൂലിലേക്ക് പോകുന്ന വഴി ലക്ഷ്യം മാറ്റിയിട്ട് ഇവരുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക്. ഹത്താ അതാഹുമ, അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ വീടിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ഇൻദഹുമ ഖബ്ബാബ് ബിൻ ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അവരുടെ കൂടെ വീട്ടിലുണ്ട്. മാഹു സഹീഫത്തുൻ ഫിഹ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മുസഹഫ്, ഖുർആനിൻ്റെ ചില സുക്തങ്ങളും കാര്യങ്ങളും എഴുതിയ ഒരു മുസഹഫ്, അതിൽപ്പെട്ട പൂർണ്ണമായിട്ടില്ലെങ്കിലും അതുണ്ട്. ത്വാഹ എന്ന് പറയുന്ന സൂറത്ത് അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യുഖ്രിഉഹുമാ ഇയ്യാഹ, ഈ പറയുന്ന ഫാത്തിമ, ഉമർ റളിയല്ലാഹു സഹോദരിയ ഫാത്തിമക്കും ബിൻതുൽ ഖത്താബിനും അവരുടെ ഭർത്താവിനും ഈ പറയുന്ന സൂറത്തു താഹ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ. വകാന യഖ്തലിഫു ഇലൈഹിമാ വയുഖ്രിഅഹുമൽ ഖുർആൻ, ഇടയ്ക്കിടയ്ക്ക് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോവുകയും അവർക്ക് ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കലും ഉണ്ടായിരുന്നു. ഫലമ്മാ സമിഅ ഖബ്ബാബുൻ ഹസ്സ ഉമർ തവാറാ ഫിൽ ബൈത്ത്, വാതിലിന്റെ പുറത്ത് ഒരു ശബ്ദം കേട്ടു. നോക്കുന്ന സമയത്ത് വാതിലിന്റെ രണ്ട് പൊളിയുടെ ഇടയിൽ കൂടി നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം അവർക്ക് എല്ലാവർക്കും അറിയും. ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ മറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരാതെ കാണാതെ മറഞ്ഞിരുന്നു, ഫിത്നകൾ ഒഴിവാക്കാൻ വേണ്ടി. വസതറത്ത് ഫാത്തിമത്തു ഉഖ്തു ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ് അവർ മറച്ചു വെച്ചു. ആ സഹീഫത്ത, അവർ പാരായണം ചെയ്തിരുന്ന ആ ഖുർആന്റെ സുക്തങ്ങൾ, സൂറത്തുകൾ എഴുതപ്പെട്ട ആ ഏടുകൾ അവർ മറച്ചും വെച്ചു. വകാന ഖദ് സമിഅ ഉമറു ഹീന ദനാ മിനൽ ബൈത്തി, വീട്ടിന്റെ അടുത്ത് എത്തിയ സമയത്ത് ഉമർ റളിയല്ലാഹു കേട്ടിരുന്നു ഖിറാഅത്ത് ഖബ്ബാബിൻ ഇലൈഹിമ, ഖബ്ബാബ് അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്ന ശബ്ദം ചെറിയ നിലയ്ക്ക് കേട്ടിരുന്നു വീട്ടിന്റെ പുറത്തുനിന്ന്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ കടന്ന സമയത്ത് ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഹാദിഹിൽ ഹൈനമത്തു അല്ലത്തി സമിഅതുഹാ ഇൻദകും, നിങ്ങളുടെ വീട്ടിൽ ഞാൻ കേട്ട ഈ ഒരു ചെറിയൊരു അശരീരി ഒരു ശബ്ദം, എന്താണ് സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, മാ അദാ ഹദീസൻ തഹദ്ദസ്നാഹു ബൈനനാ, നമ്മൾ പരസ്പരം സംസാരിച്ച് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ കളവ് എന്നൊന്നല്ല, അതിലേറെ വലിയൊരു ഫിത്ന ഇവിടെ വരുന്ന സമയത്ത് വരാൻ സാധ്യത ഉണ്ടായപ്പോൾ അവരിങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞു. അവർ പരസ്പരം സംസാരിച്ച സംസാരം തന്നെയാണ്, ഖുർആനാണ് അവർ സംസാരിച്ചത്, അത്രേ ഉള്ളൂ. ഫലഅല്ലകുമാ ഖദ് സബൗതുമാ, നിങ്ങളൊക്കെ മതം മാറിയെന്ന് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞു, പുറത്തുനിന്ന് കേട്ട റിപ്പോർട്ട് അനുസരിച്ച്. അപ്പൊ ഫഖാല ലഹു ഖതനുഹു, അദ്ദേഹത്തിന്റെ അളിയൻ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു, യാ ഉമറു അറഅയ്ത ഇൻ കാനൽ ഹഖ്ഖു ഫീ ഗൈരി ദീനിക്, സത്യം നീ അനുഷ്ഠിക്കുന്ന ദീനിലല്ല എന്ന് വെക്കുക, എന്നാ പിന്നെ എന്തിനാ നമ്മൾ ആ ബാത്തിൽ സ്വീകരിക്കണു? സത്യല്ലേ സ്വീകരിക്കേണ്ടത്, എന്താ മാറിയാല് എന്നുള്ളത്. ഖാല ഫവസബ ഉമറു അലാ ഖതനിഹി ഫവതിഅഹു വത്അൻ ശദീദ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചാട്ടം ചാടിയിട്ട് അളിയനെ ശക്തമായ ഒരു ചവിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു അളിയനെ ദേഷ്യം കൊണ്ട്. ഫജാഅത്ത് ഉഖ്തുഹു, അപ്പൊ സഹോദരി വന്നു. ഫറഫഅതുഹു അൻ സൗജിഹ, ഭർത്താവിനെ പിടിച്ച് ആക്രമിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ഉമർ റളിയല്ലാഹുവിനെ പിടിച്ചു ഉയർത്തി. ഫനഫഹഹ നഫഹതൻ ബിയദിഹി, അപ്പൊ അദ്ദേഹത്തിന്റെ കൈ കൊണ്ടൊരു വീശൽ വീശി സഹോദരിയുടെ നേർക്ക്. ഫദുമിയ വജ്ഹുഹ, അപ്പൊ സഹോദരിയുടെ മുഖത്ത്, മറ്റു റിവായത്തിൽ അടിച്ചു എന്നുള്ള, അപ്പൊ സഹോദരിയുടെ മുഖത്ത് രക്തം പൊട്ടി ചോര ഒലിച്ചു. വഫീ റിവായത്തി ഇസ്ഹാഖ് അന്നഹു ലറബഹ ഫശജ്ജഹ, മുഖത്തടിച്ചു, മുഖം പൊട്ടിച്ചു, ചോര വാർന്നു. അപ്പൊ അവൾ സഹോദരി പറഞ്ഞു, വഹിയ ഗൾബാ, ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഏതായാലും അടിച്ചു, മുറിയായി. യാ ഉമറു ഇൻ കാനൽ ഹഖ്ഖു ഫീ ഗൈരി ദീനിക്, സത്യം നിന്റെ ദീനിലല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ സത്യം സ്വീകരിച്ചുകൂടാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുവഹിദത്തായ മുഅ്മിനത്തായ ധീരയായ ശക്തയായ ഈമാനിന്റെ ആ ശക്തി, ആ ഇസ്സത്ത്, ആ പ്രതാപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഷഹാദത്തിന്റെ വചനങ്ങൾ പറഞ്ഞു, ഞാൻ മുസ്ലിമത്താണ്, ഞാൻ നിന്റെ ബാത്തിലായ ജാഹിലിയത്തിന്റെ ശിർക്കിന്റെ കുഫറിന്റെ ദീൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു സഹോദരി. ഫലമ്മായ ഇസ ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കാര്യം നിരാശപ്പെട്ടു, ഇവരെ ഇനി മാറ്റാൻ കഴിയൂല, ഇവരെ തിരിക്കാൻ കഴിയൂല.
വറഅ മാ ബി ഉഖ്തിഹി മിനദ്ദമി നദിമ വസ്തഹയ, സഹോദരിയുടെ മുഖമാകെ രക്തമൊലിക്കും ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഖേദമായി, ലജ്ജിച്ചു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ദേഷ്യത്തിൽ ചെയ്തു പോയി. അപ്പോൾ വഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅതൂനി ഹാദിൽ കിതാബ് അല്ലദീ ഇൻദകും, നിങ്ങൾ ഇതുവരെ പാരായണം ചെയ്ത എന്തോ ഒരു സാധനം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അത് നൽകി, എന്നിട്ട് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നാണ്. അപ്പം സഹോദരി പറഞ്ഞു, ഇന്നക റിജ്സുന്നി, നജസ്സാണ്, വലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറുൻ, ശുദ്ധിയുള്ള ആളുകൾക്കല്ലാതെ ഇത് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന റിവായത്തുകളൊക്കെ ബലഹീനത ഉള്ളതാണ്. ഖുർആൻ ഒതുല്ലാത്ത ആളുകൾ തൊടാൻ പാടില്ല എന്ന് പറയുന്നതിന് തെളിവായിട്ടൊന്നും ഈ പറയുന്ന ആയത്തോ ഈ ചരിത്രമോ ഒരാൾ പറയാൻ പറ്റാത്തതാണ്. ഇത് ലഈഫാണ്. ദീനിൻ്റെ കാര്യങ്ങൾ, നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അതിന് സ്വീകരിക്കാൻ പറ്റൂല. ചരിത്രം നിലക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് പറഞ്ഞു. ഫഖും ഫഗ്തസിൽ, പോയിട്ട് കുളിച്ചു വാ എന്ന് പറഞ്ഞു. ഖാമ ഫഗ്തസിൽ, അദ്ദേഹം പോയി കുളിച്ചു വന്നു. ഇനിയിപ്പോൾ ശിർക്കുള്ള ഒരാളാണ്, അയാൾ തൗഹീദ് ഇസ്ലാമിലേക്ക് വരാതെ പോയി കുളിച്ചു വന്നു എന്ന് കരുതിയിട്ട് ആ റിജ്സ് പോകാൻ നിൽക്കുന്നില്ല. ഒരാൾ മുശ്രിക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ ആ വ്യക്തി കുളിക്കണോ, നിർബന്ധമുണ്ടോ അല്ലേ? പണ്ഡിതന്മാർ 2-3 അഭിപ്രായം കണ്ട് പ്രബലമായ അഭിപ്രായം കുളിക്കാൻ നിർബന്ധമല്ല എന്നുള്ളത്. വേണമെങ്കിൽ കുളിക്കാം. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മദീനയിൽ പള്ളിയിൽ കെട്ടിട്ടിരുന്നു 2-3 ദിവസം. അത് കഴിഞ്ഞ് ആ മനുഷ്യനെ പ്രവാചകൻ അയച്ചു വിട്ടപ്പോൾ അദ്ദേഹം പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് ഷഹാദത്ത് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുളിക്കാൻ നിർബന്ധമുണ്ടോ ഇല്ലേ? പ്രബലമായ അഭിപ്രായം നിർബന്ധമല്ല എന്നുള്ളതാണ്. അല്ലാഹു ആലം. ഏതായാലും കുളിച്ചു വന്നു. പിന്നീട് ആ പറയുന്ന അദ്ദേഹം വാങ്ങി, അദ്ദേഹം വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കണ്ടു. അപ്പോൾ അത് പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം അസ്മാഉൻ ത്വയ്യിബത്തുൻ ത്വാഹിറ, പരിശുദ്ധമായ ഉത്തമമായ വചനങ്ങളാണ്. അർ റഹ്മാൻ, അർ റഹീം, അള്ളാഹ് എന്ന് പറയുന്ന അസ്മാകളൊക്കെ. പിന്നെ ത്വാഹ എന്ന് പറയുന്ന സൂറത്തിന്റെ ആരംഭം പാരായണം ചെയ്തു. ഹത്തൻതഹ ഇലാ ഖൗലിഹി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നിശ്ചയം ഞാൻ അള്ളാഹുവാകുന്നു, ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഹക്കായ ഇലാഹ് ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നോടുള്ള സ്മരണ, ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. ഈ അർത്ഥങ്ങൾ, ആശയങ്ങൾ, ആയാത്തുകൾ പാരായണം ചെയ്തു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അഹ്സന ഹാദിൽ കലാമ വ അക്രമ, എത്ര നല്ല വചനങ്ങൾ, എത്ര ആദരണീയമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ. ദുല്ലൂനി അലാ മുഹമ്മദിൻ, എവിടെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെയാണ്, എനിക്ക് വിവരം തരി, ഞാനവിടെ പോയി ഇസ്ലാമിൽ സ്വീകരിക്കാന്നുള്ള അർത്ഥത്തിൽ. അതിങ്ങോട്ട് കേട്ടപ്പോൾ ഫലമ്മ സമിഅ ഖബ്ബാബുൻ റളിയല്ലാഹുവിന്, മറഞ്ഞിരിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹുവിനു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഖറജ മിനൽ ബൈത്ത്, മറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ശിർ യാ ഉമർ, സന്തോഷിക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കൂ. ഫഇന്നി അർജു അൻ തകൂന ദഅവത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക ലൈലത്തുൽ ഖമീസ്, കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ആ ദുആ അള്ളാഹു സ്വീകരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാൾ, ഉമർ ബിൻ ഖത്താബോ അബൂജഹൽ, രണ്ടാളെ പേര് പറഞ്ഞ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ദീനുൽ ഇസ്ലാമിന് പ്രതാപം നൽകണമെന്ന് പറഞ്ഞിരുന്നു, ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അതിൻ്റെ പിന്നെ ദുആയുടെ ഉത്തരം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇസ്ലാമിനോട് ആകർഷണം ഉണ്ടായതാണ്, സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ഖബ്ബാബ് റളിയല്ലാഹുവിന് പറഞ്ഞു. അങ്ങനെ അബ്ശിർ യാ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്ന ദുആയുടെ ഉത്തരമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫി അസ്ലി സഫയുടെ താഴ്ഭാഗത്തുള്ള ദാറുൽ അർഖമിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. റസൂലിന്റെ അടുത്തേക്ക് വിവരം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഫഅഖദ ഉമർ റളിയല്ലാഹു അൻഹു സൈഫഹു വതവശഹു, അദ്ദേഹത്തിന്റെ വാളെടുത്തു, അത് തോളിൽ അണിഞ്ഞു. തുമ്മൻ തൊലക്ക, അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് പോയി. ഹത്താ അത്തൽ ദാറ, പ്രവാചകനുള്ള ദാറുൽ അർഖമിന്റെ വീടിന്റെ അടുത്ത് പോയി. ഫളറബൽ ബാബ, വാതിലിനെ ചെന്ന് മുട്ടി. ഫഖാമ റജുലുൻ യൻദുറു മിൻ ഖലലിൽ ബാബി, വാതിലിന്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഒരാൾ വന്നു നിന്നു. ഫറആഹു മുതവശ്ശിഹൻ അൽ സൈഫ, വാളും തോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പുറത്തു കണ്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശത്രുതയിലാണ്, ഏത് സമയത്ത് ഉപദ്രവിക്കാൻ, ആക്രമിക്കാൻ സാധ്യതയുള്ളതാണ്, വിവരം പറഞ്ഞു. വസ്തജ്മഅൽ ഖൗമ, അവിടെ ആ റൂമിൽ ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി തയ്യാറാക്കി. അപ്പം ഹംസ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ടുള്ള അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പോൾ മാലക്കും എന്താണ് അവർ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അവിടെ വന്നിരിക്കുന്നു എന്ന്. ഫഖാല വ ഉമറു ഇഫ്തഹു ലഹുൽ ബാബ്, ധൈര്യമായിട്ട് വാതിൽ തുറന്നു കൊടുക്കൂ, പേടിക്കാതെ. ഫഇൻ കാന ജാഅ യുരീദു ഖൈറൻ, അവൻ എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉമർ വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബദൽനാഹു ലഹു, നമ്മൾ ആ നന്മ അവന് നൽകും. ദീൻ അന്വേഷിച്ച് വന്നതാണെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കും, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവന് അറിയിച്ചു കൊടുക്കും, അതിലേക്ക് സ്വീകരിക്കും.
വഇൻ കാന ജാഅ യുരീദു ശർറൻ, ഇനി എന്തെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചുകൊണ്ട് ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ അവൻ വന്നതാണെങ്കിൽ ഖതൽനാഹു ബിസൈഫിഹി, അവന്റെ വാള് കൊണ്ട് നമ്മൾ അവൻ തന്നെ കൊല്ലും ചെയ്യും. ഹംസ റളിയല്ലാഹു അൻഹു ധീരമായ വാക്കോടെ വെച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിലുണ്ട് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ വഹി മുറിഞ്ഞു, അവസാനിച്ചു. അങ്ങനെ ഫഖറജ ഇലാ ഉമർ ഹത്താ ലഖിയഹു ഫിൽ ഹുജ്റ, റൂമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. ഫഅഖദ ബിമജാമിഇ തൗബിഹി വഹമാഇലി സൈഫ്, വാളിന്റെ ഉറയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രവും ഒക്കെ കൂടി കൂട്ടിയിട്ട് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു ശക്തമായിട്ട്. ثم جبده جبدة شديدة, ശക്തമായൊരു വലി ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് വലിച്ചു കൂട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, ഫഖാല അമാ അൻത മുൻതഹിയൻ യാ ഉമർ, ഇതുവരെ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകാതെ വിലങ്ങ് തടിയായിക്കൊണ്ട് വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണോ ഉമറെ? ഹത്താ യൻസിലല്ലാഹു ബിക മിനൽ ഖിസി വന്നകാൽ മാ നസല ബിൽ വലീദ് ബിനിൽ മുഗയ്യർ. വലീദ് ബിൻ മുഗയ്യറിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതിന് തുടക്കത്തിൽ ചില തഫ്സീറുകളിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, സൂറത്തുൻ നൂനിലായിട്ടുള്ള അവസാന ഭാഗം വലീദ് ബിൻ മുഗയ്യറിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞത് ഉണ്ട്. അതുപോലത്തെ അവഹേളനങ്ങളും ശിക്ഷകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെക്കുറിച്ച് ഇറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണോ? അല്ലാഹുമ്മ ഹാദാ ഉമർ ഇബ്നുൽ ഖത്താബി അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് വ അസ്ലം. അദ്ദേഹം മുസ്ലിമായി. ആ റൂമിലുണ്ടായിരുന്ന ആളുകളൊക്കെ തക്ബീർ പറഞ്ഞു, പള്ളിയിലുള്ള ആളുകൾ കേൾക്കുന്ന ശബ്ദത്തില്. റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഫകബ്ബറ അഹ്ലുദ്ദാരി തക്ബീറത്തൻ സമിഅഹാ അഹ്ലുൽ മസ്ജിദ്. ദാറുൽ അർഖം, സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള ദാറുൽ അർഖമിന്റെ ആ വീട്ടിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ തക്ബീർ പറഞ്ഞു. മസ്ജിദുൽ ഹറാമിൽ കഅബ ഷരീഫിന്റെ അടുത്തുള്ള ആളുകൾ പോലും കേൾക്കുന്ന ആ ഉച്ചത്തിൽ ആ തക്ബീർ അവിടെ കേട്ടു. ഇതാണ് സംഭവം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ, കിതാബുകളിൽ പ്രസിദ്ധമായ വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ്. ഹദീസിന്റെ പണ്ഡിതന്മാരുടെ അളവുകോലുകൾ വെച്ച് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ബലഹീനതകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി സ്വീകാര്യയോഗ്യമായ പരമ്പരകളിൽ കൂടെ വന്നതല്ല എന്നാണ് അവർ വിധി എഴുതുന്നതും വിലയിരുത്തുന്നതും. കാന ഉമർ റളിയല്ലാഹു അൻഹു ദാ ശക്കീമത്തിൽ ലാ യുറാം, ആർക്കും എതിർക്കാൻ കഴിയാത്ത കരുത്തും ശക്തിയുമുള്ളൊരു വ്യക്തിത്വമായിരുന്നു. വഖദ് അസാറ ഇസ്ലാമുഹു ലജ്ജത്തൻ ബൈനൽ മുശ്രിക്കീൻ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇസ്ലാം, അതിന്റെ മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ സ്വീകരിച്ചു. അത് മുശ്രിക്കീങ്ങളുടെ ഇടയിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി. വശഅറു ലഹും വശുഊറൻ ലഹും ബിദ്ദില്ലത്തി വൽ ഹവാൻ, അവർക്ക് അവഹേളനവും നിന്ദതയും അവരനുഭവപ്പെട്ടു. വകസൽ മുസ്ലിമീന ഇസ്സത്തൻ വശറഫൻ വസൂറ, മുസ്ലിമീങ്ങൾക്കാണെങ്കിൽ പ്രതാപവും ആദരവും സന്തോഷവും ഈ പറയുന്ന ഇസ്ലാം, അദ്ദേഹത്തിന്റെ ഇസ്ലാം കൊണ്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുല്ലാ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ലമ്മ അസ്ലംതു, ഞാൻ മുസ്ലിമായപ്പോൾ, തദക്കർത്തു അയ്യ അഹ്ലി മക്കത അശദ്ദു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാവത്തൻ, പ്രവാചകനോട് ഏറ്റവും ശത്രുതയുള്ള മക്കക്കാരിൽ ആരാണ് ഏറ്റവും ശത്രുതയുള്ള വ്യക്തി എന്ന് ഞാൻ ചിന്തിച്ചു. ഖാല ഖുൽതു അബൂജഹലിൻ, അബൂജഹലിനാണ് ഏറ്റവും വലിയ ശത്രുത എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു. അങ്ങനെ ഫഅതൈതു ഹത്താ ദറബ്തു അലൈഹി ബാബഹു, അബൂജഹലിന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വാതിലിന് മുട്ടി. ഫഖറജ ഇലയ്യ, അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. വഖാല അഹ്ലൻ വസഹലൻ, ബഹുമാനം ആദരവോട് കൂടെ പറഞ്ഞു. എന്താ വന്നു, എന്താ ആവശ്യം? അപ്പൊ ഞാൻ പറഞ്ഞു, ജിഅ്തു ലി ഉഖ്ബിറക അന്നി ഖദ് ആമൻതു ബില്ലാഹി വബി റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലും വിശ്വസിച്ചു, ആ വിവരം എന്നെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. വസദ്ദഖ്തു ബിമാ ജാഅ ബിഹി, ആ റസൂൽ കൊണ്ടുവന്ന ആ ആദർശം അത് സത്യമാണ്, ഞാൻ അംഗീകരിക്കുകയും ചെയ്തു, ആ വിവരം എന്നെ അറിയിക്കാൻ കരുതിയിട്ടാണ്. ഏറ്റവും വലിയ ശത്രുതയുള്ള അബൂജഹലിന്റെ വീട്ടിൽ ചെന്നിട്ട് ഖാല ഫളറബൽ ബാബ ഫീ വജ്ഹി, എൻ്റെ മുഖത്തേക്ക് ആ വാതിലടച്ച് അവൻ ഉള്ളിലേക്ക് പോയി. ഖബ്ബഹകല്ലാഹു വഖബ്ബഹ മാ ജിഅ്ത ബിഹി, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, നീ കൊണ്ടുവന്നതിനെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവന്റെ വീട്ടിനുള്ളിലേക്ക് പോയി. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തത്, കാന റജുൽ ഇദാ അസ്ലം, സാധാരണ മക്കയിലുണ്ടായിരുന്ന ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ തഅല്ലഖ ബിഹി അർരിജാലു വയദ്രിബൂനഹു വയദ്രിബുഹും, ആ മനുഷ്യനെ ജനങ്ങൾ കൂട്ടടക്കി വന്ന് അടിക്കും, ഉപദ്രവിക്കും. അവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് അവൻ അങ്ങോട്ടും പ്രതികരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ അനുഭവം, ഞാൻ മുസ്ലിം ആയപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനുണ്ടായിരുന്നു ആസ് ബിൻ ഹാഷിം, ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു. ഫഅലംതുഹു, വിവരങ്ങൾ കൊടുത്തു. അപ്പോൾ അവൻ നേരെ വീട്ടിനുള്ളിലേക്കാണ് പോയി. വദഹബതു ഇലാ റജുലിൻ മിൻ കുബറാഇ ഖുറൈശിൻ, ഖുറൈശിലെ പ്രമുഖനായ ഒരു മനുഷ്യൻ, അബൂജഹൽ ആവാനാ സാധ്യത,
അവനോട് പറഞ്ഞു അവനും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. അല്ല ആളെയും കൂട്ടി വന്നിട്ട് ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായില്ല. മറ്റുള്ള ആളുകൾ മുമ്പൊക്കെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ ആളുകൾ കൂട്ടടക്കിയിട്ട് വന്നവനെ ഉപദ്രവിക്കുമായിരുന്നു. ഇന്നങ്ങനെ ഉപദ്രവിക്കാൻ ആളുകൾ വന്നില്ല. ഇത് ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത റിവായത്തുകളാണ്. വേറെ സ്ഥലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തത് ലമ്മ അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബി ലം തഅലം ഖുറൈശുൻ ബി ഇസ്ലാമി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് ആദ്യ സമയം അദ്ദേഹം മുസ്ലിം ആയത് ഖുറൈശികൾക്ക് അറിവ് കിട്ടിയില്ല. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു അഹ്ലി മക്കത്ത അൻശഉൽ ഹദീസ്, ആളുകളോട് സംസാരിക്കാനും വിവരങ്ങൾ അവതരിപ്പിക്കാനും ഏറ്റവും നല്ല കഴിവുള്ള ആരാണ് മക്കക്കാര്? മക്കയിൽ ആരാണ് മനുഷ്യന്മാരെ മുന്നിൽ ചെന്നൊരു വിഷയം അവതരിപ്പിക്കാൻ നല്ല കഴിവും പ്രാപ്തിയുള്ള ആരാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ജമീൽ ഇബ്നു മഅ്മറുൽ ജുമഹി, ആ മനുഷ്യൻ നല്ല സമർത്ഥനാണ്, ഏതെങ്കിലും വിഷയം ആളുകളെ മുന്നിൽ ചെന്നിട്ട് കൃത്യമായി പറയാൻ അവതരിപ്പിക്കാൻ നല്ല കഴിവുള്ള ആളാണെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, വാപ്പ പോയപ്പോൾ ഞാനും വാപ്പാൻ്റെ കൂടെ പോയി. എന്നിട്ട് ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മഅ്മറുൽ ജുമഹിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വാക്ക് കേൾക്കാനിടല്ല, നേരെ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഖുറൈശികളും മറ്റുള്ള ആളുകളുമുള്ള സദസ്സിൽ ചെന്നിട്ട് ഫനാദാ ബിഅലാ സൗതിഹി, ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ ഖുറൈശ് ഇന്ന ബനൽ ഖത്താബി ഖദ് സബഅ, ഖുറൈശി സമൂഹമേ, ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു മതം മാറിയിട്ടുണ്ട് എന്ന്. അപ്പം മതം മാറി എന്നുള്ള വാക്ക് സബഅ സാബി എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ പിന്നീടുണ്ട് കദബ്, അവൻ പറഞ്ഞ കളവാണ്, വലാകിന്നി ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമൈക്കാണ്, മതം മാറിയിക്കല്ല. വആമന്തു ബില്ലാഹി വസദ്ദഖ്തു റസൂലഹു, അല്ലാഹുവിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിനെ സത്യപ്പെടുത്തി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഫസാറു ഇലൈഹി, ഖുറൈശികൾ എല്ലാവരും കൂടി ഓടി വന്നു. ഫമാസാല യുഖാതിലുഹും വയുഖാതിലൂനഹു, അങ്ങോട്ടടിക്കാനും തുടങ്ങി, അവരിങ്ങോട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ അനുഭവം ഉണ്ടായി. പല റിപ്പോർട്ടുകളും പല അവസ്ഥകളുമായിരിക്കാം. തുടക്കത്തിലുണ്ടാവില്ല, പിന്നീട് ഇങ്ങനെ ഉണ്ടാവും. ഏതാണെങ്കിലും ഹത്താ ഖാമത്തി ശംസു അലാ റൂസിഹിം, അങ്ങനെ സൂര്യൻ വെയിലർച്ച് ഉച്ചയായി. അങ്ങനെ പിന്നെ അവിടെ തലയുടെ മുകളിലൊക്കെ സൂര്യൻ വന്ന് നിൽക്കുന്നത് പോലെ ഉച്ചയാവുന്നവരെ. വതലഹ ഐ അഅ്യാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ആ ബഹളവും അതിലാകെ ക്ഷീണിച്ചു. അദ്ദേഹം അവിടെ ചെന്നിരുന്നു. വഖാമു അലാ റഅസിഹി, അവർ അദ്ദേഹത്തിന് ഉപദ്രവിച്ചുകൊണ്ട് അദ്ദേഹം തലന്റെ ഭാഗത്ത് വന്ന് നിന്നു. അദ്ദേഹം പറയാണ്, ഇഫ്അലു മാ ബദാലക്കും, കണ്ടത് കൂട്ടിക്കോളി, കണ്ടത് ചെയ്തോളി, നിങ്ങൾക്ക് എന്താ തോന്നുന്നു അത് നിങ്ങൾ ചെയ്തോളി. ഫഅഹ്ലിഫു ബില്ലാ, ഞാൻ അല്ലാഹുവിനോട് സത്യം ചെയ്ത് പറയാണ്, അൻ ലൗ കുന്ന 300 റജുലൻ ലഖദ് തറക്നാഹാ ലക്കും ഔ തറക്തുമൂഹാ ലനാ, 300 ആളുകളുണ്ടെങ്കിൽ പോലും ഒന്നിരിക്കൽ നിങ്ങൾക്ക് വിജയം അല്ലെ എനിക്ക് വിജയം എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞു. വബഅദ ദാലിക സഹഫൽ മുശ്രികൂന ഇലാ ബൈത്തി, അവിടെ വെച്ച് അടി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള മുശ്രിക്കീങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് ആക്രമിക്കാൻ, കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഖാല ബൈനമാഹു ഫിദ്ദാരി, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലാണ്. മുശ്രിക്കീങ്ങളായ ആളുകൾ കൂടി വന്നിട്ട് അദ്ദേഹത്തിന് ആക്രമിക്കാനും കൊല്ലാനും വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ജാഅഹുൽ ആസ് ബിൻ വാഇൽ അസ്സഹ്മി, അബൂ അംർ എന്ന് പറയുന്ന മനുഷ്യൻ വന്നു. ആസ് ബിൻ വാഇൽ വന്നു. വഅലൈഹി ഹുല്ലത്തുൻ ഹബറ വഖമീസുൻ മക്ഫൂഫുൻ ബിഹരീർ, പട്ടിനാലുള്ള നൂലുകൾ കൊണ്ട് നെയ്യപ്പെട്ട ഒരു കമീസുണ്ട്, ഒരു നീളം കുപ്പായമുണ്ട്, നല്ല വസ്ത്രങ്ങളും ആഭരണമൊക്കെ ധരിച്ചുകൊണ്ട് പ്രൗഢിയോടുകൂടെ ആ മനുഷ്യൻ വന്നു. നൃത്തത്തിൽ പേരും പ്രശസ്തിയുമുള്ള ആളായിരുന്നു, ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ വന്നിട്ട് ഫഖാല ലഹു മാലക്, എന്ത് പറ്റി എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅമ ഖൗമുക അന്നഹും സയഖ്തുലൂനി ഇൻ അസ്ലംതു, ഞാൻ മുസ്ലിമായാൽ എന്നെ കൊല്ലും എന്ന് നിന്റെ ജനങ്ങൾ ഇതാ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാല ആസ് ബിൻ വാഇൽ പറഞ്ഞു, ലാ സബീല ഇലൈക്, നിന്റെ അടുത്തേക്ക് വരാൻ അവർക്ക് യാതൊരു മാർഗവുമില്ല, അവർക്കതിന് സാധിക്കുകയില്ല, ഞാൻ അതിന് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. ബാദാൻ ഖാലഹ, അദ്ദേഹം അത് പറഞ്ഞതിന്റെ ശേഷമാണ് ആമൻതു, എനിക്കൊരു സമാധാനം കിട്ടിയത് എന്ന് മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ ആസ് ബിൻ വാഇൽ അവിടുന്ന് പോയി. അന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ ഒരാള് മറ്റു ചില ആളുകൾക്ക് അഭയം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. പ്രമുഖനായ പേരും പ്രശസ്തിയുള്ള ഒരാൾ ആർക്കെങ്കിലും ഒരാൾക്ക് അഭയം കൊടുത്താൽ പിന്നീട് മറ്റുള്ള ആളുകൾ ഈ വ്യക്തി ആക്രമിക്കൂല, ഈ അഭയത്തിനെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിൽ ഇദ്ദേഹം അഭയം കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ. ഫലഖിയന്നാസു ഖദ് സാല ബിഹിമുൽ വാദ്, അപ്പോൾ ആളുകൾ മുഴുവൻ കൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് അവർ ഒരു താഴ്വാര ഒരു മലവെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ അവരൊഴുകിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ഒഴിഞ്ഞുപോയി. ഫഖാല അയ്ന തുരീദൂൻ, എങ്ങോട്ടാണ്? അവർ പറഞ്ഞു, ഇബ്നുൽ ഖത്താബ് മതം മാറിയിട്ടുണ്ട്. ഖാല ലാ സബീല, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഫകബ്ബറന്നാസു, ആളുകളൊക്കെ തക്ബീർ പറഞ്ഞിട്ട്, അഥവാ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ തക്ബീർ പറഞ്ഞു എന്നർത്ഥം. വഫീ ലഫ്ളി റിവായത്ത് ഇബ്നു ഇസ്ഹാഖ് വല്ലാഹി ലകഅന്നമാ കാനൂ
സൗബൻ കുഷിത അന്നു, ഒരു വസ്ത്രം ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ മൂടപ്പെട്ടൊരു വസ്ത്രം അഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി ഞങ്ങൾക്ക്. ആൾക്കൂട്ടങ്ങൾ പിരിഞ്ഞു പോയി എന്നുള്ള അർത്ഥത്തിൽ ഇതൊക്കെ മുശ്രിക്കീങ്ങൾ ചെയ്തു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫാറൂഖ് എന്നുള്ള പേര് എങ്ങനെ വന്നത്? ഫാറൂഖ് എന്നുള്ള പേര് എങ്ങനെ വന്നു? അപ്പം അദ്ദേഹം പറയാണ്, ഹംസ റളിയല്ലാഹു എൻ്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പിന്നീട് ആ ചരിത്രം പറഞ്ഞിട്ട് പിന്നീട് ഞാൻ മുസ്ലിം ആയതിൻ്റെ ശേഷം ഇസ്ലാമിനും ദീനിനും മുസ്ലിമീങ്ങൾക്കും അത് വമ്പിച്ചൊരു വിജയമാവുകയും സത്യ അസത്യത്തിൻ്റെ ഇടയിൽ ഒരു വേർതിരിവ് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നല്ല, നമ്മൾ സത്യത്തിലല്ലയോ, മുശ്രിക്കുകളൊരു ബാത്തിലല്ലേ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കൂലേ എന്നൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം മുസ്ലിമീങ്ങളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും ഹംസ റളിയല്ലാഹു അൻഹു ഒരു സൊഫിലും ഉമർ റളിയല്ലാഹുവിന് മറ്റൊരു സൊഫിലുമായിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു പ്രകടനം പോകുന്നത് പോലെ പോയി എന്നുള്ള റിപ്പോർട്ടുകൾ അതൊക്കെ ബലഹീനമാണ്. ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ഭരണാധികാരികൾക്കെതിരും അല്ലാതെയും മുസ്ലിമീങ്ങൾക്ക് പ്രകടനം നയിക്കാം, ഇങ്ങനെ ലൈനായിട്ടൊക്കെ പോയിട്ട് ചെയ്യാം. ഉമർ റളിയല്ലാഹുവിനൊക്കെ അന്ന് അങ്ങനെ റസൂലും സ്വഹാബികളും കൊണ്ടുപോയിക്കൊള്ളുന്നുള്ള തെളിവൊക്കെ നമ്മുടെ നാട്ടിൽ പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കലുണ്ട്. തെളിവ് ഇതാണ്, ഇത് ബലഹീനമായ ഒരു സംഭവമാണ്. സ്വീകാര്യയോഗ്യമായ പരമ്പരകളിൽ കൂടെ സനദുകളിൽ കൂടെ ഹദീസിന്റെ പണ്ഡിതന്മാരാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതാണെങ്കിലും പൊതുവിൽ മൊത്തത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെയും ഹംസ റളിയല്ലാഹുവിന്റെയും ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിനും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വമ്പിച്ച സഹായമായിരുന്നു, പ്രതാപമായിരുന്നു. അതിൻ്റെ ശേഷം സ്വാഭാവികമായിട്ടും ശേഷമുള്ള ഭാഗത്തൊക്കെ പറയുന്നത് പോലെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ പകരം അങ്ങോട്ട് ചെയ്യാൻ, കണക്ക് ചോദിക്കാനൊക്കെ മുസ്ലിമീങ്ങളുടെ പക്ഷത്തും ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ പേരിൽ ഒരു ഇസ്സത്തും കുറച്ചുകൂടി സമാധാനവും സുരക്ഷയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. നമ്മൾ പറഞ്ഞതുപോലെ സനദിൻ്റെ ഭാഗത്തിൽ കൂടെ ഇതിൻ്റെ ലോഫുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും മൊത്തത്തിൽ ആ ചരിത്രത്തിൽ അകത്തുക നമുക്ക് ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാനും പറയാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.